ഗുരു ഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ആഘോഷവും സർവ്വമത സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് രാഹുൽ ഗാന്ധി. ശിവഗിരിയിൽ വെച്ച് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും വനജാക്ഷി മന്ദിരത്തിൽ ഒരുമിച്ച് കണ്ടതിന്റെ 100 വർഷമാണ് ആഘോഷിക്കുന്നത്. ആശ്രാമം മൈതാനത്ത് നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഗുരുവിന്റെ പാഠങ്ങളും ഭരണഘടനയും അന്തസ്സത്തെയും സമാനമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. That the values, the ideas of Narayana Guru are in the Constitution of India. The Constitution says, love and respect the weak. Narayana Guruji said, love and respect the weak. The Constitution says, do not crush those who are weaker than you. Give space to every single being. Narayana Guruji said that. ഷമീറുണ്ട് വിശദാംശങ്ങളുമായി. ഷമീർ, ചടങ്ങിന്റെ വിവരങ്ങൾ പറയൂ. രാഹുൽ ഗാന്ധി ഏതാണ്ട് 11:30 കൂടിയാണ് ആശ്രമ മൈതാനത്തേക്ക് എത്തിച്ചേർന്നത്. ഏതാണ്ട് 10,000-കണക്കിന് ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ ഉള്ളവരാണ് ഈ ഗുരു സമാഗമ ശതാബ്ദി ആഘോഷ പരിപാടികൾ പങ്കെടുക്കാൻ എത്തിയത്. പ്രധാനമായും രാഹുൽ ഗാന്ധി ഈ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ദർശനങ്ങളൊക്കെ തന്നെ ഒന്നായിരുന്നു. അതായത് ഭരണഘടനയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഗുരുവിൻ്റെ ദർശനങ്ങളിൽ ഗുരു മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അത് ഭരണഘടനയിലെ തത്വങ്ങളിൽ പലതും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഒപ്പം തന്നെ വിട്ടുവീഴ്ചയും മാപ്പ് നൽകലുമാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ പ്രസക്തി. ഒരു സൈഡിൽ അഹിംസയുടെ രാഷ്ട്രീയം പറയുമ്പോൾ മറു സൈഡിൽ ഫാസിസവും വെറുപ്പിൻ്റെ രാഷ്ട്രീയവും പറയുന്നവരുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അത് ഈ രാജ്യത്ത് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, രാഷ്ട്രങ്ങളും ഇരുട്ടിലേക്ക് പോകുന്നൊരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലടക്കം നടക്കുന്ന കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതായത് രാഷ്ട്രങ്ങൾ ബോംബ് വർഷിച്ച് പാവങ്ങളെ കൊന്നൊടുക്കുന്നു. ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളിലെ ഒരു പരാമർശമാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ കൊല്ലപ്പെടുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവിടെ അഹിംസയില്ല. നമ്മുടെ രാജ്യത്താണ് അഹിംസ ഉള്ളത്. അതുപോലെ തന്നെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പല തത്വങ്ങളും നമ്മുടെ രാജ്യത്താണ് അംഗീകരിക്കപ്പെടുന്നത്. പക്ഷേ അതിനെ തകർക്കാൻ ഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഒപ്പം തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയം നോക്കിയാൽ സത്യമുണ്ട്, അഹിംസയുണ്ട്. മറു സൈഡിൽ രോഷവും ഫാസിസവും നടമാടുകയാണ്. അതിന് മാറ്റം വരേണ്ടതുണ്ട്. അതിന് ഗുരുതത്വങ്ങൾ ഓരോരുത്തരും വായിക്കണം. ഗുരുവിൻ്റെ ദർശനങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒപ്പം തന്നെ ഗാന്ധിജി എന്താണോ വിഭാവനം ചെയ്തത് അത് മനസ്സിലാക്കാൻ പുതുതലമുറ കൂടി മുന്നിട്ടിറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തത്. KC വേണുഗോപാൽ അടക്കം MP-മാരായ ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ ബെന്നി ബെഹന്നാൻ, NK പ്രേമചന്ദ്രൻ അടക്കം നിരവധി പേർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. മതസൗഹാർദ്ദ സമ്മേളനത്തിൽ വിവിധ ബിഷപ്പുമാർ, അതുപോലെ തന്നെ മുസ്ലിം മത പണ്ഡിതന്മാർ തുടങ്ങിയവരൊക്കെ തന്നെ പങ്കെടുക്കുകയും ചെയ്തു. എന്തായാലും അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധി ഇവിടെ നിന്നും കുട്ടിക്കാനത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഷാമിലി. ശരി, ഷമീറാണ് വിവരങ്ങൾ നൽകിയത്.